വീഡിയോയ്ക്ക് കമന്റ് ഇല്ല എന്ന് പരാതിയായിരുന്നു. പരാതി കഴിഞ്ഞപ്പോൾ കമന്റ് മുഴുവൻ ആരാ? ഞാനോ എൻ്റെ ക്രാഫ്റ്റോ അല്ല, ദാ ഇവനായിരുന്നു. ഇത് ഒറിജിനലാണോ, ഇത് കരയുവോ, ഇതിന് ലിങ്ക് ഉണ്ടോ, ഇത് എവിടുന്ന് കിട്ടി, അങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇവന് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ 1.5 വർഷത്തോളം ആ ടാഷൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഡോർ ഞാൻ തുറന്നിട്ടാലുണ്ടല്ലോ, ഇതേപോലെ ഒരു കുഞ്ഞി കൈ വന്ന് ഓരോന്നും പെറുക്കിയെടുത്തോണ്ട് ഓടും. എനിവേ, നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രോഷയാണ്. ഒരു ചെറിയ സ്ട്രോബെറിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ക്രോഷേ ചെയ്യുന്ന ഓൾമോസ്റ്റ് മിക്ക ആളുകളും ആദ്യം തന്നെ തുടങ്ങുന്നത് ഇതിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്രോഷേ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതേപോലെയുള്ള ബേസിക് സ്റ്റിച്ചസും കാര്യങ്ങളും ഒക്കെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ പോലെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാന്നേ. ഞാൻ ക്രോഷേ പഠിച്ചത് 1.5 വർഷം മുൻപാണ്. പഠിക്കാന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരെയും പോലെ ഒരു നീഡിൽ വാങ്ങിച്ച് കുറച്ച് യാണും വാങ്ങിച്ച് വീഡിയോസ് കണ്ട് ചെയ്ത് പഠിച്ചതല്ല. ഞാൻ വീഡിയോസ് മാത്രം കണ്ടു പഠിച്ചതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ചെയ്യാൻ അന്ന് ഹൂക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാനൊന്നും വാങ്ങിയതുമില്ല. ഫൈനലി അങ്ങനെ വീഡിയോസ് കണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റിച്ചസും ഞാൻ പഠിച്ചതിന് ശേഷമാണ് ഞാനൊരു ഹുക്കും സെറ്റും കുറച്ച് യാണും ഒക്കെ വാങ്ങിച്ച് എൻ്റെ പണി തുടങ്ങുന്നത്. നമ്മൾ നോർമലി എത്ര സ്പീഡ് ചെയ്യുന്നവരാണെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ കൈ വിറയ്ക്കും. നമുക്ക് അതുവരെ ഇല്ലാത്ത പതറലും ഒക്കെ ആയിരിക്കും. കൊണ്ടാലൊന്നും ഏക്കില്ല, മാരക തൊലിക്കട്ടിയല്ലേ. അതങ്ങനത്തെ നീഡിൽസാണ് കേട്ടോ. എനിവേ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്രോഷേ അറിയാവുന്നവർ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം.